ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകളുടെ കേന്ദ്രമെന്ന് വിശ്വസിക്കപ്പെടുന്ന അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ഇന്ന് പലർക്കും ഒരു വലിയ സാമ്പത്തിക കെണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ലക്ഷക്കണക്കിന് ഡോളർ വായ്പയെടുത്ത് പഠിച്ചിറങ്ങുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുന്നിൽ തൊഴിൽ വിപണി വാതിലുകൾ അടയ്ക്കുന്ന കാഴ്ചയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടെ അമേരിക്കയിലെ ട്യൂഷൻ ഫീസുകളിലുണ്ടായ വർധനവ് പണപ്പെരുപ്പ നിരക്കിനേക്കാൾ എത്രയോ മുകളിലാണ്. സർക്കാർ സർവകലാശാലകളിൽ പോലും പഠന ചിലവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആഗോള സാമ്പത്തിക അനിശ്ചിതത്വവും കമ്പനികളിലെ പിരിച്ചുവിടലും പുതിയ ഉദ്യോഗാർത്ഥികളുടെ അവസരങ്ങൾ കുറച്ചു. പ്രത്യേകിച്ച് ടെക്നോളജി, മാനേജ്മെന്റ് മേഖലകളിൽ ശമ്പള വർധനവ് നിലച്ച മട്ടാണ്. പഠിച്ചിറങ്ങുന്ന ഉടൻ ലഭിക്കുന്ന ശമ്പളം വായ്പാ തിരിച്ചടവിനും ദൈനംദിന ജീവിതത്തിനും ഒട്ടും തികയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാങ്കേതിക വിദ്യയിലുണ്ടായ കുതിച്ചുചാട്ടം പല പരമ്പരാഗത ജോലികളെയും ഇല്ലാതാക്കി. മുൻപ് ബിരുദധാരികൾ ചെയ്തിരുന്ന പല ജോലികളും ഇന്ന് ഓട്ടോമേഷൻ വഴിയോ AI വഴിയോ നടക്കുന്നു. ഇത് വൈറ്റ് കോളർ ജോലികൾക്കായി പഠിച്ചിറങ്ങുന്നവർക്കിടയിൽ കടുത്ത മത്സരം ഉണ്ടാക്കുകയും ശമ്പളം കുറയ്ക്കാൻ കമ്പനികളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അമേരിക്കയിലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഫെഡറൽ അല്ലെങ്കിൽ പ്രൈവറ്റ് ലോണുകളെ ആശ്രയിച്ചാണ് പഠനം പൂർത്തിയാക്കുന്നത്. വായ്പ എടുക്കുന്ന തുകയേക്കാൾ വലിയൊരു ഭാഗം പലിശ ഇനത്തിൽ അടച്ചു തീർക്കേണ്ടി വരുന്നത് വിദ്യാർത്ഥികളെ വർഷങ്ങളോളം സാമ്പത്തിക പരാധീനതയിൽ തളച്ചിടുന്നു. തൊഴിലില്ലായ്മയോ കുറഞ്ഞ ശമ്പളമോ കാരണം തിരിച്ചടവ് മുടങ്ങുമ്പോൾ ക്രെഡിറ്റ് സ്കോറിനെ അത് ബാധിക്കുകയും വീട് വാങ്ങുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ വായ്പ നൽകാത്ത സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നു. ബിരുദാനന്തര ബിരുദമുള്ളവർ പോലും തങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചല്ലാത്ത കുറഞ്ഞ വേതനമുള്ള ജോലികൾ ചെയ്യാൻ നിർബന്ധിതരാകുന്നു. ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞവർ വെയിറ്റർമാരായും എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ ഡെലിവറി ജോലികൾക്കും പോകേണ്ടി വരുന്നത് തൊഴിൽ വിപണിയിലെ തകർച്ചയെ സൂചിപ്പിക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധി യുവതലമുറയുടെ മാനസികാരോഗ്യത്തെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. വിവാഹം, സ്വന്തമായി വീട് വാങ്ങൽ തുടങ്ങിയ ജീവിതത്തിലെ പ്രധാന തീരുമാനങ്ങൾ വൈകുന്നതും കടബാധ്യതയെ തുടർന്നുള്ള മാനസിക സമ്മർദ്ദവും വിഷാദരോഗം പോലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. വിദ്യാഭ്യാസ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് നൽകുന്ന അമിത പ്രാധാന്യം കുറച്ച് പ്രായോഗിക തൊഴിൽ നൈപുണ്യത്തിന് പ്രാധാന്യം നൽകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കൂടാതെ വിദ്യാഭ്യാസ വായ്പകൾ എഴുതി തള്ളുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സജീവമാണെങ്കിലും അതൊരു ശാശ്വത പരിഹാരമാകില്ലെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അമേരിക്കൻ സ്വപ്നം തേടിപ്പോകുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമാണുള്ളത്. വിദ്യാഭ്യാസത്തിനായി ചെലവാക്കുന്ന തുകയ്ക്ക് അനുസൃതമായ വരുമാനം ലഭിക്കാത്ത പക്ഷം അമേരിക്കൻ ഉന്നത വിദ്യാഭ്യാസ മേഖല വലിയൊരു തകർച്ചയെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നതിൽ സംശയമില്ല.